പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 ഡിസംബർ 7 ശനി. പ്രധാന വാർത്തകൾ. നിസ്വയിൽ കഴിഞ്ഞ വർഷം സന്ദർശകർക്കായി തുറന്നു നൽകിയ പുതിയ പൈതൃക മ്യൂസിയം സന്ദർശകരുടെ ഇഷ്ട സ്പോട്ടാകുന്നു. ഒരു വർഷത്തിനിടെ 21,000-ൽ പരം സന്ദർശകരാണ് മ്യൂസിയത്തിൽ എത്തിയതെന്ന് മ്യൂസിയം മേധാവി മുഹമ്മദ് ബിൻ അഹമ്മദ് അംബുസൈദി പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങളുടെയുള്ള ഫലപ്രദമായ ഇടപെടലുകളും സന്ദർശകരെ ആകർഷിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. എന്നാൽ വിവിധ ചരിത്ര കാലഘട്ടങ്ങളിലെ ഒമാന്റെ പൈതൃകവും സംസ്കാരവും നാഗരികതയും നേരിട്ടറിയാൻ സന്ദർശകർക്ക് വഴിയൊരുക്കുന്നതാണ് നിസ്വ മ്യൂസിയം. 3000-ൽ പരം പുരാവസ്തുക്കളുടെ ശേഖരമാണ് മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. മ്യൂസിയത്തിന്റെ ഹാളുകളിൽ കയ്യെഴുത്തു പ്രതികൾ, ആയുധങ്ങൾ, കവചങ്ങൾ, ചെമ്പുവസ്തുക്കൾ, മൺപാത്രങ്ങൾ, കരകൗശല വസ്തുക്കൾ എന്നിവയെല്ലാം പ്രദർശിപ്പിച്ചിരിക്കുന്നതായി മ്യൂസിയം ഉടമസ്ഥൻ കൂടിയായ മുഹമ്മദ് അംബുസൈദി പറഞ്ഞു. പ്രദർശിപ്പിച്ചിരിക്കുന്ന പുരാവസ്തുക്കളുടെ ശേഖരം പ്രകൃതി വിഭവങ്ങളെ നിർമ്മാണത്തിനായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള കഴിവിനെ എടുത്തുകാണിക്കുന്നതായും ഒമാന്റെ അദൃശ്യമായ പൈതൃകങ്ങളുടെ വിശദാംശങ്ങൾ അവതരിപ്പിക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്ന് മുഹമ്മദ് അംബുസൈദി പറഞ്ഞു. ഒമാനിലെ പൈതൃക ടൂറിസത്തെയും വിശേഷിച്ച് നിസ്വ നഗരത്തെയും മെച്ചപ്പെടുത്തുകയാണ് മ്യൂസിയം ലക്ഷ്യമിടുന്നത്. ഒരാൾ മ്യൂസിയത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ തന്നെ അവനെ ചരിത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. പുരാതന ഒമാനി ജാലകങ്ങളുടെയും വാതിലുകളുടെയും വ്യത്യസ്തമായ കൊത്തുപണികളും നിറങ്ങളും ആകൃതിയും ഉൾപ്പെടുത്തി മ്യൂസിയത്തിന്റെ പ്രധാന ഇടനാഴി അലങ്കരിച്ചിരിക്കുന്നത്. ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കവാടങ്ങളിലൊന്ന് 500 വർഷത്തിലേറെ പഴക്കമുള്ളതാണ്. പ്രവാസികളെ ഏറെ ദുരിതത്തിലാക്കുന്ന വിമാന ടിക്കറ്റ് നിരക്ക് വർധനയിൽ ഇടപെടാൻ കേന്ദ്ര സർക്കാർ. വിമാന കമ്പനികൾ സ്വന്തം നിലയ്ക്ക് യാത്രാക്കൂലി വർദ്ധിപ്പിക്കുന്നതിന് നിയന്ത്രണം വരുത്തുന്നതിനാണ് നടപടികൾ വരുന്നത്. യാത്രാനിരക്ക് യഥേഷ്ടം വർദ്ധിപ്പിക്കുന്നത് ഇതോടെ ഇല്ലാതാകും. ഇതിന്റെ ആദ്യ നടപടിയായി യാത്രാനിരക്കിൽ മാറ്റം വരുത്തി 24 മണിക്കൂറിനുള്ളിൽ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥ നീക്കം ചെയ്യും. സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാമോഹൻ നായിഡുവാണ് രാജ്യസഭയിൽ ഇതു സംബന്ധിച്ച് സൂചന നൽകിയത്. താങ്ങാനാകുന്ന യാത്രാനിരക്ക് കൊണ്ടുവരാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. വിമാനയാത്രാ നിരക്കുകളിലെ ക്രമക്കേടുകൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ വിമാന കമ്പനികൾ നിരക്കുകളിൽ വരുത്തുന്ന മാറ്റം 24 മണിക്കൂറിനുള്ളിൽ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നത്. വിമാന നിരക്കിലെ ക്രമക്കേടുകൾ പരിഹരിക്കാൻ ഇത്തരത്തിലുള്ള നീക്കത്തിന് സാധിക്കുമെന്നും നായിഡു പറഞ്ഞു. അടിക്കടിയുണ്ടാകുന്ന വിമാനയാത്രാ നിരക്ക് വർധനവിനെ തുടർന്ന് ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾ ഏറെക്കാലമായി കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് ഇടപെടാൻ ആവശ്യപ്പെട്ടിരുന്നു. വിഷയത്തിൽ ഇടപെടാൻ പരിമിതികളുണ്ടെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട്. എന്നാൽ വിഷയം പാർലമെന്റിനു പുറത്തും ജനപ്രതിനിധികളും പ്രവാസികളും സംഘടനകളും നിരന്തരം ഉയർത്തിയതോടെ പരിഹാര വഴികളെക്കുറിച്ച് ആലോചനകളിലേക്ക് സിവിൽ ഏവിയേഷൻ മന്ത്രാലയം കടക്കുകയായിരുന്നു. യാത്ര ആവശ്യമുള്ള നിരവധി പേർ ഉള്ളതിനാൽ അവധിക്കാലങ്ങളിൽ വിമാന കമ്പനികൾ തോന്നിയ പോലെ ടിക്കറ്റ് നിരക്ക് ഈടാക്കുകയാണ്. നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യാത്തവർക്കാണ് കൂടുതൽ പ്രതിസന്ധി. വർഷത്തിൽ ഒരു തവണ മാത്രം അവധി ലഭിക്കുന്ന സാധാരണക്കാരായ തൊഴിലാളികളാണ് അവധിക്കാലത്ത് കൂടുതൽ ഇരയാവുന്നത്. ടിക്കറ്റ് ലഭിക്കാൻ വലിയ തുക മുഴുവൻ കൊടുക്കേണ്ടി വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതിയ നീക്കം ഫലം കാണുമെന്നും തങ്ങളുടെ ദുരിതങ്ങൾക്ക് അറുതിയുണ്ടാകുമെന്നുമാണ് പ്രവാസികൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ത്യൻ വിദ്യാഭ്യാസ പ്രവർത്തകരുടെ പ്രതിനിധി സംഘവുമായി ഒമാനിലെ ഇന്ത്യൻ അംബാസിഡർ അമിത് നാരംഗ് കൂടിക്കാഴ്ച നടത്തി. ഒമാനിൽ നടക്കുന്ന സ്റ്റഡി ഇൻ ഇന്ത്യ എക്സ്പോയിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു. ഇന്ത്യൻ വിദ്യാഭ്യാസ വിദഗ്ധർ ഒമാനി ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള വിദ്യാഭ്യാസത്തിനുള്ള ലക്ഷ്യസ്ഥാനമായി ഇന്ത്യയെ പ്രോത്സാഹിപ്പിക്കുന്നത് ഉൾപ്പെടെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സഹകരണ വശങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തു. ഹിമാം ട്രെയിൽ റൺ റേസിന്റെ 5ാം പതിപ്പിന് ദാഖിലിയ ഗവർണറേറ്റിൽ ഇന്ന് സമാപനമാകും. 2ാം ദിനമായി ഇന്നലെ 55 കിലോമീറ്ററായിരുന്നു മത്സരം. ഇസ്കിയിലെ ഇംതി പുരാവസ്തു കേന്ദ്രത്തിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം വിലായത്തിലെ പ്രധാന ഭാഗങ്ങളിലൂടെ കടന്നുപോയി. വെള്ളിയാഴ്ച ആരംഭിച്ച 3ാമത്തെയും അവസാനത്തെയും ഘട്ടം ഇന്ന് അവസാനിക്കും. 22 കിലോമീറ്റർ ആണ് മത്സരദൂരം. ആദ്യ ദിനത്തിൽ അരങ്ങേറിയ 110 കിലോമീറ്റർ റേസിൽ മൊറാക്കൻ ഓട്ടക്കാരൻ റഷീദ് മുറാബിദ് ആണ് 1ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഒമാനി റണ്ണർ സാലിഹ് ബിൻ അലി അൽ സയീദി 2ാം സ്ഥാനത്തെത്തി. 15 മണിക്കൂർ
മണിക്കൂറും 54 മിനിറ്റും കൊണ്ടാണ് റഷീദ് ലക്ഷ്യസ്ഥാനത്തെത്തിയത്. സാലിഹ് ലക്ഷ്യം കാണാൻ 16 മണിക്കൂറും 22 മിനിറ്റും എടുത്തു. റഷ്യയുടെ നാവൽ ഷെയ്മുഖാമെറ്റോവ് 16 മണിക്കൂറും 38 മിനിറ്റും കൊണ്ട് മൂന്നാമതെത്തി. വനിതാ വിഭാഗത്തിൽ സ്പാനിഷ് താരം മെയ്റ്റി മേയർ ഒന്നാം സ്ഥാനം നേടി. 17 മണിക്കൂറും 40 മിനിറ്റും എടുത്താണ് നേട്ടം. മൊറോക്കൻ താരം അസീസ അൽ റജി രണ്ടാം സ്ഥാനത്തെത്തി. 21 മണിക്കൂറും 33 മിനിറ്റുമാണ് എടുത്തത്. റഷ്യയുടെ താതിയാന ഫെഡോസീവ 23 മണിക്കൂറും 7 മിനിറ്റുമെടുത്ത് മൂന്നാം സ്ഥാനം നേടി. 4 വിലായത്തുകളിലായി അരങ്ങേറുന്ന റൺ റേസ് പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയവും സാംസ്കാരിക കായിക യുവജനകാര്യ മന്ത്രാലയവും ദാഖ്ലിയ ഗവർണറേറ്റും ചേർന്നാണ് സംഘടിപ്പിക്കുന്നത്. 65 രാജ്യങ്ങളിൽ നിന്നുള്ള 1000-ൽ പരം പ്രൊഫഷണൽ ഓട്ടക്കാരുടെ പങ്കാളിത്തം ഇത്തവണ റൺ റേസിനെ വിശേഷപ്പെട്ടതാക്കുന്നു. അനുബന്ധ മത്സരങ്ങളിലും മറ്റുമായി കുട്ടികളും മുതിർന്നവരുമടക്കം ആകെ 4000 പേർ പങ്കാളികളാകുന്നുണ്ട്. താഴ്വരകൾ, മലകൾ, കൃഷിഭൂമികൾ എന്നിവയെ സംയോജിപ്പിക്കുന്ന അതിശയകരമായ പ്രകൃതി ദൃശ്യങ്ങളുടെയും വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയിലൂടെയും മത്സര ഓട്ടം നടക്കുന്നത്. സമാപന ദിവസമായ ഇന്ന് അനുബന്ധ പരിപാടികളും മത്സരങ്ങളും അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. ഇന്നലെ 1-2-4 കിലോമീറ്റർ മത്സരങ്ങളും വിവിധ പ്രായക്കാർക്കായി ഒരുക്കിയിരുന്നു. ഇത്തവണത്തെ ഫൈനൽ ഘട്ട വിജയികളെ കാത്തിരിക്കുന്നത് വലിയ സമ്മാനങ്ങളാണ്. മസ്കത്ത് ഗവർണറേറ്റിലെ സീബ് വിലായത്തിലെ അറ്റകുറ്റപ്പണികൾക്കായി സുൽഫി സ്ട്രീറ്റ് ഭാഗികമായി അടച്ചു. ഞായറാഴ്ച വൈകുന്നേരം വരെ റോഡ് അടഞ്ഞുകിടക്കും. സുൽഫി സ്ട്രീറ്റിൽ നിന്നും റൗണ്ട് അബൌട്ട് വരെയുള്ള ഭാഗത്താണ് റോഡ് അടച്ചിരിക്കുന്നത്. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് വിഭാഗവുമായി സഹകരിച്ച് പ്രദേശത്ത് താൽക്കാലികമായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുവഴി യാത്ര ചെയ്യുന്നവർ ഗതാഗത നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് നഗരസഭ അഭ്യർത്ഥിച്ചു. സലാലയിൽ എത്തിയ മുതിർന്ന കോൺഗ്രസ് നേതാവും വടകര നിയോജക മണ്ഡലം UDF കൺവീനറുമായ കോട്ടയിൽ രാധാകൃഷ്ണനും എടച്ചേരി പഞ്ചായത്ത് അംഗം ബാബുവിനും ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ഒമാൻ കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ട്രഷറർ ഷജിൽ മണി പേരാവൂർ എന്നിവർ ഇരുവരെയും ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. പ്രസിഡന്റ് ഡോക്ടർ നിഷ്താറിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ KMCC ജനറൽ സെക്രട്ടറി ഷബീർ കാലടി, ജോയിന്റ് സെക്രട്ടറി ഹാഷിം കോട്ടക്കൽ, IOC സെക്രട്ടറി ദീപ ബെന്നി ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സ്വീകരണത്തിന് ഇരുവരും നന്ദി പറഞ്ഞു. ചടങ്ങിൽ അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. വൈസ് പ്രസിഡന്റ് ശ്യാം മോഹൻ നന്ദി പറഞ്ഞു. നിർമ്മാണത്തിലിരിക്കുന്ന വീടുകളിൽ നാശനഷ്ടങ്ങൾ വരുത്തുകയും വൈദ്യുത കേബിളുകൾ മോഷ്ടിക്കുകയും ചെയ്തതിന് 2 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡാണ് പ്രതികളെ പിടികൂടിയത്. ഇവർക്കെതിരായ നിയമ നടപടികൾ പൂർത്തീകരിച്ചുവരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.